രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം അധ്യായം 10. സോളമൻ്റെ കീർത്തിയെപ്പറ്റി കേട്ട ശേബാരാജ്ഞി അവനെ പരീക്ഷിക്കാൻ കുറേ കടങ്കഥയുമായി വന്നു. ഒട്ടകപ്പുറത്ത് സുഗന്ധദ്രവ്യങ്ങളും ധാരാളം സ്വർണവും വിലയേറിയ രത്നങ്ങളും ആയി വലിയൊരു പരിവാരത്തോടു കൂടിയാണ് അവൾ ജെറുസലേമിലെത്തിയത്. സോളമനെ സമീപിച്ച് ഉദ്ദേശിച്ചതെല്ലാം അവൾ പറഞ്ഞു. അവളുടെ എല്ലാ ചോദ്യങ്ങൾക്കും സോളമൻ മറുപടി നൽകി. വിശദീകരിക്കാൻ വയ്യാത്ത വിധം ഒന്നും അവൻ അജ്ഞാതമായിരുന്നില്ല. സോളമൻ്റെ ജ്ഞാനം, അവൻ പണിയിച്ച ഭവനം, മേശയിലെ വിഭവങ്ങൾ, സേവകന്മാർക്കുള്ള പീഠങ്ങൾ, ഭൃത്യന്മാരുടെ പരിചരണം, അവരുടെ വേഷം, പാനപാത്രവാഹകർ, ദേവാലയത്തിൽ അവൻ അർപ്പിച്ച ദഹനബലികൾ എന്നിവ കണ്ടപ്പോൾ ശേബാരാജ്ഞി അന്ധാളിച്ചുപോയി. അവൾ രാജാവിനോട് പറഞ്ഞു, അങ്ങയെയും അങ്ങയുടെ ജ്ഞാനത്തെയും പറ്റി ഞാൻ എൻ്റെ ദേശത്തെ കേട്ടത് എത്രയോ വാസ്തവം. നേരിൽ കാണുന്നതുവരെ യാതൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. യാഥാർത്ഥ്യത്തിൻ്റെ പകുതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. അങ്ങയുടെ ജ്ഞാനവും സമ്പത്തും ഞാൻ കേട്ടതിനേക്കാൾ എത്രയോ വിപുലമാണ്. അങ്ങയുടെ ഭാര്യമാർ എത്രയോ ഭാഗ്യവതികൾ. അങ്ങയുടെ സന്നിധിയിൽ സദാ കഴിച്ചുകൂട്ടുകയും ജ്ഞാനം ശ്രവിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ ദാസന്മാർ എത്ര ഭാഗ്യവാന്മാർ. അങ്ങിൽ പ്രസാദിച്ച് ഇസ്രായേലിൻ്റെ രാജാസനത്തിൽ അങ്ങയെ ഇരുത്തിയ അങ്ങയുടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. കർത്താവ് ഇസ്രായേലിനെ അനന്തമായി സ്നേഹിച്ചതിനാൽ നീതിയും ന്യായവും നടത്താൻ അങ്ങയെ രാജാവാക്കി. അവൾ രാജാവിന് 120 താലന്ത് സ്വർണവും വളരെയേറെ സുഗന്ധദ്രവ്യങ്ങളും രത്നങ്ങളും കൊടുത്തു. ശേബാരാജ്ഞി സമ്മാനിച്ചിടത്തോളം സുഗന്ധദ്രവ്യങ്ങൾ പിന്നീട് ആരും സോളമന് കൊടുത്തിട്ടില്ല. ഓഫീറിൽ നിന്ന് സ്വർണവുമായി വന്ന ഹീരാമിൻ്റെ കപ്പലുകൾ ധാരാളം രക്തചന്ദനവും രത്നങ്ങളും കൊണ്ടുവന്നു. രാജാവ് ആ ചന്ദനം കൊണ്ട് കർത്താവിൻ്റെ ആലയത്തിലും കൊട്ടാരത്തിലും തൂണുകളും ഗായകർക്ക് വീണയും തമ്പുരുവും ഉണ്ടാക്കി. അത്തരം ചന്ദനം ഇന്നുവരെ ആരും കൊണ്ടുവന്നിട്ടില്ല, കണ്ടിട്ടുമില്ല. രാജാവ് ശേബാരാജ്ഞിക്ക് സമ്മാനമായി നൽകിയവയ്ക്ക് പുറമെ അവൾ ആഗ്രഹിച്ചതും ചോദിച്ചതുമെല്ലാം നൽകി. അവൾ സേവകരോടൊത്ത് സ്വദേശത്തേക്ക് മടങ്ങി. സോളമന് 1 വർഷം ലഭിച്ചിരുന്ന സ്വർണം 666 താലന്താണ്. വ്യാപാരികളിൽ നിന്നുള്ള നികുതിയും ചുങ്കവും വിദേശ രാജാക്കന്മാരും ദേശാധിപതികളും നൽകിയ കപ്പവും വഴി ലഭിച്ചിരുന്ന സ്വർണം വേറെയും. സ്വർണം അടിച്ചുപരത്തി സോളമൻ രാജാവ് 200 വലിയ പരിചകളുണ്ടാക്കി. ഓരോ പരിചയ്ക്കും 600 ഷെക്കൽ സ്വർണം ചെലവായി. സ്വർണം അടിച്ചു പരത്തി 300 പരിചകൾ കൂടിയുണ്ടാക്കി. ഓരോന്നിനും 3 മീന സ്വർണം വേണ്ടി വന്നു. രാജാവ് ഇവ ലെബനോൻ കാനന മന്ദിരത്തിൽ സൂക്ഷിച്ചു. രാജാവ് വലിയൊരു ദന്തസിംഹാസനമുണ്ടാക്കി സ്വർണം പൊതിഞ്ഞു. അതിന് 6 പടികളുണ്ടായിരുന്നു. പിൻഭാഗത്ത് കാളക്കുട്ടിയുടെ തലയും ഇരുവശത്തും കൈത്താങ്ങികളും അതിനടുത്ത് 2 സിംഹങ്ങളും ഉണ്ടായിരുന്നു. 6 പടികളിൽ ഇരുവശത്തുമായി 12 സിംഹങ്ങളെ നിർമ്മിച്ചു. ഇത്തരമൊരു ശില്പം ഒരു രാജ്യത്തും ഉണ്ടായിരുന്നില്ല. സോളമൻ രാജാവിൻ്റെ പാനപാത്രങ്ങളെല്ലാം സ്വർണ്ണ നിർമ്മിതമായിരുന്നു. ലെബനോൻ കാനന മന്ദിരത്തിലെ എല്ലാ പാത്രങ്ങളും തങ്കം കൊണ്ടുള്ളത്. സോളമൻ്റെ കാലത്ത് വെള്ളി വിലപ്പെട്ടതേ ആയിരുന്നില്ല. അതിനാൽ വെള്ളി കൊണ്ട് ഒന്നും തന്നെ നിർമ്മിച്ചിരുന്നില്ല. കടലിൽ ഹീരാമിൻ്റെ കപ്പലുകളോടൊപ്പം രാജാവിന് താർഷീഷിലെ കപ്പലുകളും ഉണ്ടായിരുന്നു. അവ 3 വർഷത്തിലൊരിക്കൽ സ്വർണം, വെള്ളി, ആനക്കൊമ്പ്, കുരങ്ങുകൾ, മയിലുകൾ ഇവ കൊണ്ടുവരിക പതിവായിരുന്നു. ഇങ്ങനെ സോളമൻ രാജാവ് സമ്പത്തിലും ജ്ഞാനത്തിലും ഭൂമിയിലുള്ള സകല രാജാക്കന്മാരെയും പിന്നിലാക്കി. ദൈവം സോളമന് നൽകിയ ജ്ഞാനം ശ്രവിക്കാൻ എല്ലാ ദേശക്കാരും അവൻ്റെ സാന്നിധ്യം തേടി. ഓരോരുത്തരും ആണ്ടുതോറും വെള്ളിയും സ്വർണവും കൊണ്ടുള്ള ഉരുപ്പടികൾ, തുണിത്തരങ്ങൾ, മീറ, സുഗന്ധദ്രവ്യങ്ങൾ, കുതിര, കോവർക്കഴുത എന്നിവ ധാരാളം അവന് സമ്മാനിച്ചു. സോളമൻ രഥങ്ങളെയും കുതിരക്കാരെയും ശേഖരിച്ചു. തൻ്റെ 1400 രഥങ്ങളും 12000 കുതിരക്കാർക്കും നഗരങ്ങളിലും രാജാവിന് സമീപം ജെറുസലേമിലും താവളം നൽകി. ജെറുസലേമിൽ കല്ലുപോലെ വെള്ളി അവൻ സുഫലമാക്കി. ദേവദാരു ഷെഫലായിലെ അത്തിമരം പോലെ സമൃദ്ധമാക്കി. ഈജിപ്തിൽ നിന്നും കുവയിൽ നിന്നും സോളമൻ കുതിരകളെ ഇറക്കുമതി ചെയ്തു. രാജാവിൻ്റെ വ്യാപാരികൾ അവയെ കുവയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി. ഈജിപ്തിൽ രഥം ഒന്നിന് 600 കുതിര ഒന്നിന് 150 ഷെക്കൽ വെള്ളിയായിരുന്നു വില. ഹിത്യരുടെയും സിറിയക്കാരുടെയും രാജാക്കന്മാരുടെയും രാജവ്യാപാരികൾ വഴി അവ കയറ്റുമതി ചെയ്തു.
അധ്യായം 11. സോളമൻ്റെ അധപതനം. സോളമൻ രാജാവ് അനേകം വിദേശവനിതകളെ പ്രേമിച്ചു. ഫറവോയുടെ മകളെയും മോവാബ്യർ, അമ്മോന്യർ, ഏദോമ്യർ, സീദോന്യർ, ഹിത്യർ എന്നീ അന്യവംശങ്ങളിൽപ്പെട്ട സ്ത്രീകളെയും ഭാര്യമാരായി സ്വീകരിച്ചു. നിങ്ങൾ അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്. അവർ നിങ്ങളുടെ ഹൃദയങ്ങളെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ചു കളയും എന്ന് അവരെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്തിരുന്നു. സോളമനാകട്ടെ അവരെ ഗാഢമായി പ്രേമിച്ചു. അവന് രാജ്ഞിസ്ഥാനമുള്ള 700 ഭാര്യമാരും 300 ഉപനാരികളും ഉണ്ടായിരുന്നു. അവർ അവൻ്റെ ഹൃദയം വ്യതിചലിപ്പിച്ചു. സോളമന് വാർദ്ധക്യമായപ്പോൾ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് തിരിച്ചു. പിതാവായ ദാവീദ് ദൈവമായ കർത്താവിനോട് വിശ്വസ്തനായിരുന്നതുപോലെ അവൻ അവിടുത്തോട് പരിപൂർണ വിശ്വസ്തത പാലിച്ചില്ല. സോളമൻ സീദോന്യരുടെ ദേവിയായ അസ്താർത്തയെയും അമ്മോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മിൽക്കോമിനെയും ആരാധിച്ചു. അങ്ങനെ അവർ കർത്താവിൻ്റെ മുമ്പിൽ അനിഷ്ടം പ്രവർത്തിച്ചു. തൻ്റെ പിതാവായ ദാവീദിനെ പോലെ അവൻ കർത്താവിനെ പൂർണ്ണമായി അനുഗമിച്ചില്ല. അവൻ ജെറുസലേമിന് കീഴിലുള്ള മലയിൽ മൊവാബ്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ കൈമോഷിനും അമ്മോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മൊളേക്കിനും പൂജാഗിരികൾ നിർമ്മിച്ചു. തങ്ങളുടെ ദേവന്മാർക്ക് ധൂപാർച്ചന നടത്തുകയും ബലി സമർപ്പിക്കുകയും ചെയ്തിരുന്ന എല്ലാ വിജാതീയ ഭാര്യമാർക്കും വേണ്ടി അവൻ അങ്ങനെ ചെയ്തു. 2 പ്രാവശ്യം പ്രത്യക്ഷനാവുകയും അന്യദേവന്മാരെ സേവിക്കരുതെന്ന് ആജ്ഞാപിക്കുകയും ചെയ്ത ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൽ നിന്ന് അവൻ അകന്നു പോവുകയും അവിടുത്തെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്തതിനാൽ അവിടുന്ന് അവരോട് കോപിച്ചു. കർത്താവ് സോളമനോട് അരുളി ചെയ്തു, നിന്റെ മനസ്സ് ഇങ്ങനെ തിരിയുകയും അവൻ്റെ ഉടമ്പടിയും ഞാൻ നൽകിയ കൽപ്പനകളും പാലിക്കാതിരിക്കുകയും ചെയ്തതിനാൽ ഞാൻ രാജ്യം നിന്നിൽ നിന്ന് പറിച്ചെടുത്ത് നിന്റെ ദാസന് നൽകും. എന്നാൽ നിന്റെ പിതാവായ ദാവീദിനെ ഓർത്ത് നിന്റെ ജീവിതകാലത്ത് ഇത് ഞാൻ ചെയ്യുകയില്ല. നിന്റെ മകൻ്റെ കരങ്ങളിൽ നിന്ന് അത് ഞാൻ വേർപെടുത്തും. രാജ്യം മുഴുവനും എടുത്തു കളയുകയില്ല. എൻ്റെ ദാസനായ ദാവീദിനെയും ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേമിനെയും ഓർത്ത് നിന്റെ പുത്രന് ഒരു ഗോത്രം നൽകും. കർത്താവ് ഏദോമ്യനായ ഹാദാമിനെ സോളമനെതിരായി തിരിച്ചുവിട്ടു. അവൻ ഏദോം രാജവംശത്തിൽപ്പെട്ടവനായിരുന്നു. ദാവീദ് ഏദോമിലായിരുന്നപ്പോൾ സേനാനായകൻ മൊവാബ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരെ സംസ്കരിക്കാൻ അങ്ങോട്ട് പോയി. ഏദോംകാരിൽ പുരുഷന്മാരെയെല്ലാം അവൻ വധിച്ചു. ഏദോമിലെ പുരുഷന്മാരെ കൊന്നെടുക്കുന്നതുവരെ 6 മാസക്കാലം യോവാബും ഇസ്രായേൽക്കാരും അവിടെ താമസിച്ചു. അക്കാലത്ത് ഹാദും അവൻ്റെ പിതാവായ ദാസരായ ഏദോമിലെ ചിലരും ഈജിപ്തിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ഹദാദ് അന്ന് കൊച്ചു കുട്ടിയായിരുന്നു. മിദിയാനിൽ നിന്ന് പുറപ്പെട്ട അവർ പാരാനിലെത്തി. അവിടെ നിന്ന് ആളുകളെ ശേഖരിച്ച് ഈജിപ്ത് രാജാവായ ഫറവോയുടെ അടുത്ത് ചെന്നു. ഫറവ അവനോട് ഭവനവും കുറച്ച് സ്ഥലവും ഭക്ഷണവും കൊടുത്തു. ഹദാദ് ഫറവോയുടെ പ്രീതി സമ്പാദിച്ചു. ഫറവോ തൻ്റെ ഭാര്യയായ തഫ്നേസ് രാജ്ഞിയുടെ സഹോദരിയെ ഹാദാദിന് ഭാര്യയായി കൊടുത്തു. ഹാദാദിന് അവളിൽ ഗനുബാത്ത് എന്നൊരു മകനുണ്ടായി. മുലകുടി മാറുന്നതുവരെ തഫ്നേസ് അവനെ ഫറവോയുടെ കൊട്ടാരത്തിൽ വളർത്തി. അവൻ അവിടെ ഫറവോയുടെ പുത്രന്മാരുടെ കൂടെ വസിച്ചു. ദാവീദ് തൻ്റെ പിതാക്കന്മാരോട് ചേർന്നുവെന്നും സേനാധിപനായ യോവാബ് മരിച്ചെന്നും ഹദാദ് ഈജിപ്തിൽ വെച്ച് കേട്ടു. അപ്പോൾ അവൻ ജന്മദേശത്തേക്ക് മടങ്ങിപ്പോകാൻ ഫറവോയോട് അനുവാദം ചോദിച്ചു. ഫറവ പറഞ്ഞു, എൻ്റെ അടുത്ത് എന്ത് കുറവുണ്ടായിട്ടാണ് നീ സ്വദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്? എന്നെ വിട്ടയച്ചാലും. അവൻ വീണ്ടും അപേക്ഷിച്ചു. ഏലിയായുടെ മകൻ റസോണിനെയും ദൈവം സോളമൻ്റെ എതിരാളിയാക്കി. അവൻ തൻ്റെ യജമാനനും സൊബായിലെ രാജാവുമായ ഹദസറിൻ്റെ അടുത്തുനിന്ന് ഒളിച്ചോടി പോന്നവനാണ്. ദാവീദ് സോബാക്കാരെ സംഹരിച്ചപ്പോൾ റസോൺ ഒരു കവർച്ച സംഘം രൂപവൽക്കരിച്ച് അതിൻ്റെ തലവനായി അവർ ദമാസ്കസിലേക്ക് പോയി താമസിക്കുകയും അവനെ ദമാസ്കസിനെ രാജാവാക്കുകയും ചെയ്തു. സോളമൻ്റെ കാലം മുഴുവനും അവൻ ഹദാസിനെ പോലെ ദുഷ്കൃത്യങ്ങൾ ചെയ്ത് ഇസ്രായേലിൻ്റെ ശത്രുവായി ജീവിച്ചു. അവൻ ഇസ്രായേലിനെ വെറുത്തുകൊണ്ട് സിറിയയിൽ ഭരണം നടത്തി. സോളമൻ്റെ ഭൃത്യന് സെരാദായിലെ എഫ്രായിമിനായ ശബാത്തിൻ്റെ മകനുമായ ജെറബോവാം, അവൻ്റെ അമ്മ സെരൂബ എന്ന വിധവയായിരുന്നു. രാജാവിനെതിരെ കരമുയർത്തി. അവൻ രാജാവിനെതിരായി പ്രവർത്തിക്കാൻ കാരണം ഇതാണ്: സോളമൻ മില്ലോ പണിയുകയും തൻ്റെ പിതാവായ ദാവീദിൻ്റെ നഗരത്തിലുണ്ടായിരുന്ന അറ്റകുറ്റങ്ങൾ തീർക്കുകയും ചെയ്തു. ജെറബോവാം വളരെ കഴിവുള്ളവനായിരുന്നു. പരിശ്രമശാലിയായ അവനെ സോളമൻ ജോസഫിൻ്റെ ഭവനത്തിലെ അടിമവേലയുടെ മേൽനോട്ടക്കാരനാക്കി.
ഒരു ദിവസം ജെറൊബോവാം ജെറുസലേമിൽ നിന്ന് പുറത്തു പോകവേ ഷീലോന്യനായ അഹിയ പ്രവാചകൻ അവനെ കണ്ടുമുട്ടി. അഹിയ ഒരു പുതിയ അങ്കി ധരിച്ചിരുന്നു. ആ വെളിമ്പ്രദേശത്ത് അവർ ഇരുവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അഹിയ താൻ ധരിച്ചിരുന്ന പുതിയ അങ്കിയെടുത്ത് 12 കഷ്ണങ്ങളായി കീറി. അവൻ ജെറൊബോവാമിനോട് പറഞ്ഞു, 10 കഷ്ണം നീ എടുത്തുകൊള്ളുക. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ സോളമൻ്റെ കയ്യിൽ നിന്ന് രാജ്യമെടുത്ത് 10 ഗോത്രങ്ങൾ നിനക്ക് തരും. എൻ്റെ ദാസനായ ദാവീദിനെ ഓർത്തും ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേം നഗരത്തെ ഓർത്തും അവനൊരു ഗോത്രം നൽകും. അവൻ എന്നെ മറന്ന് സീദോന്യരുടെ ദേവി അസ്ത്രാർത്തയെയും മുവാബിയരുടെ ദേവനായ കെമോഷിനെയും അമോന്യരുടെ ദേവനായ മിൽക്കോമിനെയും ആരാധിച്ചു. അവൻ തൻ്റെ പിതാവായ ദാവീദിനെ പോലെ എൻ്റെ മാർഗത്തിലൂടെ ചരിച്ച് എൻ്റെ മുൻപിൽ നീതി പ്രവർത്തിക്കുകയോ എൻ്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കുകയോ ചെയ്തില്ല. എങ്കിലും രാജ്യം മുഴുവൻ ഞാൻ അവനിൽ നിന്ന് എടുക്കുകയില്ല. അവൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ തിരഞ്ഞെടുത്തവനും എൻ്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിച്ചവനും എൻ്റെ ദാസനുമായ ദാവീദിനെ ഓർത്ത് ഞാൻ അവനെ രാജാവായി നിലനിർത്തും. എന്നാൽ ഞാൻ അവൻ്റെ പുത്രൻ്റെ കയ്യിൽ നിന്ന് രാജ്യമെടുത്ത് 10 ഗോത്രങ്ങൾ നിനക്ക് തരും. എങ്കിലും എൻ്റെ നാമം നിലനിർത്താൻ ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേം നഗരത്തിൽ എൻ്റെ മുൻപിൽ എൻ്റെ ദാസനായ ദാവീദിന് സദാ ഒരു ദീപം ഉണ്ടായിരിക്കാൻ അവൻ്റെ പുത്രന് ഞാനൊരു ഗോത്രം നൽകും. ഞാൻ നിന്നെ സ്വീകരിക്കും. നീ ഇസ്രായേലിൻ്റെ രാജാവായി യഥേഷ്ടം ഭരണം നടത്തും. എൻ്റെ കൽപ്പനകൾ സ്വീകരിച്ച് എൻ്റെ മാർഗത്തിൽ ചരിക്കുകയും എൻ്റെ ദാസനായ ദാവീദിനെ പോലെ എൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും പാലിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ ദൃഷ്ടിയിൽ നീതി പ്രവർത്തിച്ച ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ദാവീദിനെ പോലെ നിനക്ക് സ്ഥിരമായൊരു ഭവനം ഞാൻ പണിയും. ഇസ്രായേലിനെ നിനക്ക് നൽകുകയും ചെയ്യും. ദാവീദിൻ്റെ അനന്തര തലമുറകളെ ഇങ്ങനെ ഞാൻ പീഡിപ്പിക്കും. എന്നാൽ അത് എന്നേക്കുമായിട്ടല്ല. സോളമൻ ജെറൊബോവാമിനെ കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ ജെറൊബോവാം ഈജിപ്ത് രാജാവായ ഷീഷാക്കിനെ അടുത്തേക്ക് പലായനം ചെയ്തു. സോളമൻ്റെ മരണം വരെ അവൻ അവിടെയായിരുന്നു. സോളമൻ്റെ മരണം. സോളമൻ്റെ മറ്റെല്ലാ പ്രവർത്തികളും അവൻ്റെ ജ്ഞാനവും സോളമൻ്റെ നടപടി പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? സോളമൻ ജെറുസലേമിൽ 40 വർഷം ഇസ്രായേൽ ജനത്തെ ഭരിച്ചു. അവൻ പിതാക്കന്മാരോട് ചേർന്നു തൻ്റെ പിതാവായ ദാവീദിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. അവൻ്റെ മകൻ റഹോബോവാം ഭരണമേറ്റു.